ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുമെന്ന് സൂചന നൽകി ഇസ്രായേൽ. തിരിച്ചടിക്കരുതെന്നും സംയമനം പാലിക്കണമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെല്ലാം അവഗണിച്ചാണ് ഇറാന് തിരിച്ചടി നൽകുമെന്ന സൂചന ഇസ്രായേൽ നൽകിയത്. സ്വന്തം രാജ്യത്തിന്റെ കാര്യം ഇസ്രായേൽ തീരുമാനിക്കുമെന്ന ധാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കും, അതിന് വേണ്ടതെല്ലാം ചെയ്യുമെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ആക്രമണത്തിന് തിരിച്ചടി നൽകി മേഖലയിലെ സാഹചര്യം വഷളാക്കരുതെന്ന് ഇസ്രായേൽ സന്ദർശിച്ച ബ്രിട്ടീഷ്, ജർമ്മൻ വിദേശകാര്യമന്ത്രിമാർ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇവരുടെ സാന്നിധ്യത്തിലാണ് ഇസ്രായേലിൻ്റെ ധിക്കാരം നിറഞ്ഞ പ്രഖ്യാപനം. പ്രത്യാക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി പിന്നീട് സ്ഥിരീകരിച്ചു. ഇറാന് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ US-ഉം യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുൾ ഇസ്രായേലിൽ ആക്രമണം നടത്തി. അറബ് അൽ അറാംഷയിലെ സേനാ താവളത്തിലാണ് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 14 പട്ടാളക്കാർക്ക് പരിക്കേറ്റു. തിരിച്ചടിയായി ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബാൽബെക്കിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഏപ്രിൽ 1 സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ വ്യോമാക്രമണം നടത്തി. ജനറൽമാർ ഉൾപ്പെടെ 13 പേരെ ഇസ്രായേൽ വധിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തത്. തുടർന്ന് ഇറാൻ ഇസ്രായേലിൽ ഡ്രോണാക്രമണം നടത്തി. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തത് 300-ലധികം മിസൈലുകളും ഡ്രോണുകളുമായിരുന്നു. ഇറാന്റെ അതേ മാതൃകയിൽ തിരിച്ചടിക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ഇസ്രായേലിന് ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നാൽ തിരിച്ചടിക്കാതിരിക്കുന്നത് തങ്ങളുടെ ബലഹീനതയായി കരുതുമെന്ന ചിന്തയാണ് ഇസ്രായേലിനുള്ളത്. ശക്തമായ പ്രതികരണം പ്രതീക്ഷിച്ചോളൂ എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. പ്രതികരിക്കാതിരുന്നാൽ ഇസ്രായേൽ ദുർബലരാണെന്ന് കരുതുമെന്നും ശത്രുവിന് വീണ്ടും ആക്രമിക്കാൻ തോന്നിയേക്കുമെന്നും നെതന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാരും പറയുന്നു. ഇറാനിൽ നേരത്തെ തന്നെ പലവട്ടം ഇസ്രായേൽ രഹസ്യാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതായാണ് വിലയിരുത്തൽ. അത്തരം ആക്രമണങ്ങളിലൂടെ ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അത്തരം നീക്കങ്ങൾ തുടർന്നും ഇറാനകത്തും പുറത്തും ഇസ്രായേൽ നടത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ സൈനിക ബേസ് ക്യാമ്പുകളിൽ ഇസ്രായേൽ നേരിട്ടുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. 1981 ഇറാഖിൻ്റെയും 2007 സിറിയയുടെയും ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. പല ആണവ കേന്ദ്രങ്ങളും ഭൂമിക്കടിയിലായതിനാൽ ഇസ്രായേലിന് US-ന്റെ സഹായം വേണ്ടി വന്നേക്കാം. എന്നാൽ ഇറാനെതിരെ തിരിച്ചടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സൈനിക സഹായം നൽകില്ലെന്ന നിലപാടാണ് US സ്വീകരിച്ചിരിക്കുന്നത്.